മാറ്റം വരില്ല എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി നാഷണൽ ഹൈവേ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ പൂർത്തിയാകും എന്ന പ്രതീക്ഷ പൊതുവെ വന്നു കഴിഞ്ഞു. നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെയാണ് ഒരു മലയോര ഹൈവേ നാം പണിതുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീരദേശ ഹൈവേയും നാം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഒരു ദേശീയ ജലപാതയുടെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. ഈ വർഷം 2020 കോവളത്ത് നിന്ന് ബേക്കൽ വരെ ബോട്ടിൽ സഞ്ചരിക്കാവുന്ന സ്ഥിതി ഉണ്ടാകാൻ പോവുകയാണ്. വ്യാവസായിക വളർച്ചയിലൂടെ അടുത്ത 10 വർഷത്തിനകം കേരളത്തിലെ തൊഴിലില്ലായ്മ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള നടപടികളിലൂടെ മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലേക്കുള്ള ഉറച്ച ചുവടുകളിൽ ഒന്നായി തന്നെ ഈ സംഗമത്തെ വിലയിരുത്താം. വ്യവസായ വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സംരംഭകർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ ഈ വേദിയിൽ പറഞ്ഞു. SN 2020 നാം ഇവിടെ കഴിഞ്ഞതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിലാണ് കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ച് അവലോകനം ചെയ്യാനും കേരളത്തിൻ്റെ സാധ്യതകൾ ഒന്നുകൂടി ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം സഹായകരമാകുന്നത്. 2019 നാം സമ്മേളിച്ചപ്പോൾ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. കേരളം 3.5 കോടി കേരളീയരുടെ, മലയാളികളുടെ ജന്മനാടാണ്. പല കാരണങ്ങളാൽ രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിൽ ചെന്നെത്തേണ്ടി വന്നിട്ടുള്ള കേരളീയരെല്ലാം ജന്മനാടിനെക്കുറിച്ച് എന്നും ഓർമ്മിക്കുകയും ജന്മനാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ പ്രൊജക്റ്റ് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാൻഡ് റെസീറ്റ് തരും, ഒരു കൈ രേഖ തരും, ഒപ്പിട്ട റെസീറ്റ് തരും. ആ റെസീറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാം. നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടും. നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിഷൻ വാങ്ങേണ്ടതില്ല. നിങ്ങൾ ബിൽഡിംഗ് ആരംഭിച്ച് 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ലിസ്റ്റ് വഴി, ഓൺലൈൻ വഴി നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരാം. 3 വർഷത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ലൈസൻസുകളെല്ലാം തയ്യാറാക്കി സമർപ്പിച്ചാൽ മതി. ഇന്ന് വ്യവസായ സംരംഭത്തിന് വേണ്ടി കേരളത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ സംഗമത്തിൽ ഇന്ത്യക്കകത്തു നിന്നും വിദേശത്തു നിന്നും ഉള്ള നിക്ഷേപകർക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ 100ഓളം വ്യാവസായിക പദ്ധതികളാണ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. സംരംഭകർക്ക് അവയുടെ സാധ്യതകളുടെയും സ്വന്തം സങ്കല്പങ്ങളുടെയും അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ആശയം സ്വീകരിച്ച് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു. വ്യവസായ പാർക്കുകൾ, അടിസ്ഥാന വികസന സൗകര്യം, ഗതാഗതം, ലോജിസ്റ്റിക് ടൂറിസം, ലൈഫ് സയൻസ്, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ വൈവിധ്യമാർന്ന വ്യവസായ മേഖലകൾ ഉൾക്കൊള്ളുന്ന പ്രോജക്റ്റ് പ്രൊഫൈലുകളാണ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. വ്യാവസായിക വളർച്ചയിലൂടെ 10 വർഷത്തിനകം കേരളത്തിലെ തൊഴിലില്ലായ്മ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശ്രീ ടോം ജോസ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K ഇളങ്കോവൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ B രവി പിള്ള, വ്യാവസായിക വാണിജ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് ഗാർഗ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. I'm delighted to see the huge participation we have received in this regard for this event from the industry. We are afresh with our memories of Kerala being adjudged as the #1 state in implementing the Sustainable Development Goals by NITI Aayog.
Numerous initiatives established in Kerala have gone on to be emulated at the national level. The state of Kerala is now transforming itself as an emerging destination for setting up enterprises and doing business. The state has turned out to be a center point for investors with its advantages of abundant skilled labor, excellent industrial infrastructure, connectivity, and industry-friendly rules and regulations. With an intention to promote MSME sector, our government has recently passed the Kerala MSME Facilitation Act 2019, one of the many aimed at boosting investor confidence and enhancing the ease of doing business in the state. We have also enacted the Kerala Industrial Single Window Clearance Boards and Industrial Township Area Development Act 2019 to strengthen the existing single window boards at the state and district levels. അസൻ കേരള 2020 രണ്ടാം ലക്കം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനു പിന്നിൽ വ്യവസായ വകുപ്പ് നടത്തിയ മുന്നൊരുക്കങ്ങൾ ശ്ലാഘനീയമാണ്. വ്യവസായ മേഖലയെ കൂടുതൽ സൗഹൃദമാക്കുവാൻ വേണ്ടി നടത്തുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ സംസാരിച്ചത്. To our mind, there are 5 fundamental or 5 cardinal things we need to do. That is the root cause of this Ascent 2020. What is that? We need more investment in the state. This will lead to more employment opportunities. Thereby, the highly skilled people, highly educated people need not go out. The economic growth will happen exponentially, if not in other measures. For this to happen, there are 3 supporting mechanisms we have to do. We have to revise our academic curriculum to make in tune with international requirement. Maybe time has come for us to imbibe AI, artificial intelligence, automation technologies into our curriculum to see that our boys and girls get the due share of information. We also need to infuse technology in our industries. That's one reason I am posing before this august audience. And the third is we need to move up the value chain. There's no point complaining about the small size of the industries. So these 5 things is what Ascent 2020 would like to put before this audience for a deliberation and discussions. As part of improving ease of doing business, we have been consistently performing well. As against 44% of achievement last year, we have had a quantum jump of 88%. This has been agreed and appreciated by Government of India. Among the 8 major pillars of ease of doing business, Kerala has got 4 top performers. This is no less an achievement again. Our single window mechanism is being recognized as the best performer in the country. Despite all those opinion and objections people may have, Kerala's single window system is seen as a one-stop solution for all industrial issues. വളരെ വേഗം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി നമ്മൾ വളരുകയാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി അഭിപ്രായപ്പെട്ടു. Let me congratulate our Honorable Chief Minister for his great efforts in conducting this significant event. As we know, this event is being conducted to present Kerala's potential and opportunities to investors. I am sure this meet will help to showcase Kerala as an ideal investment destination and will greatly boost the confidence of investors. As we all know, for the development of any state, we need to aggressively market the opportunities and showcase the potential of the state. This is what our Chief Minister is doing. The beneficiaries of these efforts will be our future generation. വിവിധ വകുപ്പുകളുടെ അനുമതിയില്ലാതെ തന്നെ വ്യവസായം തുടങ്ങാമെന്ന നിയമം കേരളത്തിൽ കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരുമെന്ന പ്രത്യാശയാണ് RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി രവി പിള്ള പങ്കുവച്ചത്. This is an important event that shows the good government led by Honorable Chief Minister Sri Pinarayi Vijayan. Let me appreciate him and his team organizing this mega event. I can say confidently that Kerala government has done a commendable job for attracting investment in our state. This is the second edition Ascent Kerala.
which showcase how easy it is to do business in Kerala. Kerala has made a continuous progress in attracting investment. This government is committed and sincere in making all these changes. As far as I know, no other state has amended so many current law and rules in 2018 to make doing business easy. These efforts have made decision makers easier. Again, in 2019, Kerala MSME Facility Act was passed to support all investors in these sectors. Since most of the industrial units in Kerala are in the MSME sectors, this act will help Kerala to get more investments. Now, all the investments in these sectors don't require approval before starting the business. Only committed government can do this. Today, Kerala become a subject matter of discussion for investment, not only with the Pravasi Malayalis, but also with some of the international investors. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് കേരളത്തിലെ ബിസിനസ് വിജയം നേടിയ ചില പ്രമുഖ സംരംഭങ്ങളുടെ വിജയകഥകൾ അതേ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം ഇൻഡസ്ട്രിയൽ പാർക്സ്, മൊബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇ വെഹിക്കിൾസ്, ലൈഫ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ആയുർവേദ എന്നീ മേഖലകളെക്കുറിച്ചുള്ള പ്രത്യേക സെഷനുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള സെഷനിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജ് ടീച്ചർ പങ്കെടുത്തു. I think you will wholeheartedly discuss about these things. What is the remedy? What you can do on this kind of genome experiment or any other kinds of research and development, and also devices also. There are so many devices are coming, new things, how we can detect early. In the case of cancer, if we can detect early detection is the most important thing. If we can detect early, most of the cancers are curable. But we cannot detect early. That is the most important thing. And also it should be affordable. The poor people can afford the procedures and this kind of things. How we can provide affordable thing. For example, in the case of that stent, the rate is very high, very huge rate, and poor people cannot afford that. Our Sri Chitra have an experiment on that and produce stent with a low rate. The companies are hiking their prices. This is a business area. But according to health department, we are eagerly looking whether we are getting these things in low price. How can we help the poor people? That is our intention. രണ്ടാം ദിവസം വ്യാവസായിക മേഖലയിലെ നൂതന പ്രവണതകളെക്കുറിച്ചുള്ള അവതരണങ്ങളാണ് വിവിധ സെഷനുകളിലായി നടന്നത്. ടൂറിസം രംഗത്തെ പുതുപുത്തൻ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ബഹുമാനപ്പെട്ട ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകൾ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഇനിയുള്ള വലിയ പ്രതീക്ഷ ടൂറിസം തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ GDP-യുടെ ഒരു 10 മുതൽ 12% വരെ ഇപ്പോൾ തന്നെ സമ്മാനിക്കുന്നത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. അതൊരു 15% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അടിയന്തരമായി. അതിനുള്ള സാധ്യതകളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. സംസ്ഥാനമാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഗ്രാമം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ നിലയിലുള്ള പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് നമ്മുടെ നാട്. ആ സാധ്യതകളെ ആകെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. ഒരു വ്യക്തിക്ക് ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ 3.25 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഇവിടെയുള്ള ഈ സംസ്ഥാനത്ത് 3.25 കോടി ടൂറിസ്റ്റുകളെ ഒരു വർഷം ആകർഷിക്കാനായിട്ട് സാധിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ടൂറിസം ഇൻഡസ്ട്രിയെ ഇന്നിപ്പോൾ ഗവൺമെൻറ് ഡ്രൈവ് ചെയ്യുന്നത്. 2017 ടൂറിസം നയം അക്കാര്യത്തിൽ വളരെയേറെ സഹായകരമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. നമ്മുടെ നയത്തിൻ്റെ തന്നെ കാതലായിട്ട് വർത്തിക്കുന്നത് ഉത്തരവാദിത്വ ടൂറിസമാണ്. അപ്പോൾ
ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ സാമ്പത്തിക വളർച്ചയാണ്. ഇപ്പം ജനങ്ങളും ഇൻഡസ്ട്രിയും തമ്മിൽ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വലിയ ഒരു പ്രതീക്ഷയാണുള്ളത്. വിശേഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു മലബാർ മേഖല. മലബാർ മേഖലയിലെ ടൂറിസം സാധ്യതകൾ അനന്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ടൂറിസം സാധ്യതകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കമാണ് ഈ ഗവൺമെൻറ് നടത്തുന്നത്. ഒപ്പമുണ്ടെന്ന കരുതലോടെയും ദീർഘവീക്ഷണത്തോടുകൂടിയും സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി പോരുന്ന അനേകം കർമ്മപരിപാടികളിൽ ഒന്നിൻ്റെ ഗതിമുന്നേറ്റം വിളിച്ചോതുന്നതായിരുന്നു ഈ നിക്ഷേപക സംഗമം. ഇതിപ്പോൾ സംസ്ഥാനം വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അറിയപ്പെടുന്ന സംസ്ഥാനമായി മാറുകയാണ്. ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ നമുക്ക് തന്നെ നിരവധി നമ്മുടെ മനുഷ്യശക്തി അപാരമാണ്. പ്രകൃതി മനുഷ്യ വിഭവശക്തി ഉണ്ട് നമുക്ക് ഈ കൊച്ചു കേരളത്തെ. നമ്മുടെ മനുഷ്യപ്രകൃതി വിഭവശക്തിയെ മറ്റ് രാജ്യങ്ങളിൽ പോയി പ്രയോജനപ്പെടുത്തുകയാണ്. അത് നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിൽ വാണിജ്യ വ്യാവസായിക മേഖലകളിൽ ഒരു പുതിയ മുന്നേറ്റം ഇപ്പോൾ കൊച്ചി നഗരത്തിലാണ് നടക്കുന്നത്. മനോഹരമായ കൊച്ചി, മനോഹരമാണ് എല്ലാ നിലയിലും. ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് കൊച്ചി. വാണിജ്യ പ്രാധാന്യമുള്ള പ്രദേശമാണ്. തുറമുഖ ശൃംഖലയിലെ സുപ്രധാനമായ ഭാഗമാണ്. കേരളത്തിൻ്റെ വാണിജ്യ വ്യാവസായിക പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് കേരളത്തിൻ്റെ ഒരു തീരം മുഴുവൻ ഏതാണ്ട് 590 കിലോമീറ്റർ തീരഭൂമിയാണ്. ആ തീരഭൂമികളെ ബന്ധപ്പെടുത്തുന്ന ഒരു ശൃംഖല കൂടിയാണ് തുറമുഖ ശൃംഖല. കാസർഗോഡ് നിന്നും ആരംഭിച്ച് വെഴിഞ്ഞം വരെ നീണ്ടു നിൽക്കുന്ന ആ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള ഒരു പൊതു സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റും തുറമുഖ വകുപ്പും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു പഞ്ചായത്തിലെ 1000 പേർക്ക് 5 തൊഴിലവസരം വീതം സൃഷ്ടിക്കുവാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ നൽകുന്നതോടെ അവർ വ്യവസായങ്ങളെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകുമെന്ന് കിറ്റക്സ് ഗാർമെന്റ്സ് ചെയർമാൻ സാബു എം ജേക്കബ് അഭിപ്രായപ്പെട്ടു. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചീഫ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത പദ്ധതികൾ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ ഇവിടെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ വൈകുന്നേരം വലിയൊരു പ്രോജക്റ്റാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പങ്കെടുത്ത പല ചർച്ചകളിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അന്ന് വ്യവസായികൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരിന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ 99% പ്രശ്നങ്ങളും ഇന്നലെ അവിടെ പരിഹാരം കണ്ടു എന്നുള്ളതാണത്. മാറി ചിന്തിക്കുന്ന, വേറിട്ട വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നൂതന സംരംഭകരുടെ സംഗമവേദി കൂടിയായിരുന്നു ഇവിടെ. ഈ നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നൂതന ആശയങ്ങളുടെ പ്രദർശനവും ഒട്ടനവധി പേരെ ആകർഷിച്ചു. അറിയത്തില്ല. അപ്പോൾ ഒരു കുറേയധികം ആൾക്കാർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങളെപ്പോലൊരു യുവ സംരംഭകർക്ക് ഇത് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. പിന്നെ പല ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ ഞാൻ കാണാൻ പറ്റി. ഇപ്പോൾ ഭാവിയിൽ അവർ നമ്മളെ ഇൻവെസ്റ്റർ ആയേക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആവശ്യം. അപ്പോൾ നമ്മളെ എന്താണെന്ന് നമുക്ക് നേരിട്ട് കണ്ട് അവർക്ക് പ്രൊഡക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ലതാണ്. കാരണം ഞങ്ങളെപ്പോലെ തന്നെയാണ് ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് കൂടുതൽ അധികമായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലുള്ള പുതിയ പ്രൊഡക്ട്സ് ഉണ്ട്. ഫ്യൂച്ചറിന് ഒരുപാട് സഹായിക്കുന്ന കുറേയധികം പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാവർക്കും ഇത് അവരുടെ പ്രൊഡക്ട്സ് സാധാരണക്കാരിലോട്ട് എത്തിക്കാനും അവർക്കും നല്ല ഈ എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനും പറ്റിയൊരു അവസരമാണ്. ഞങ്ങൾക്ക് പരസ്പരം മിങ്കിൾ ചെയ്യാനായിട്ട് ഈ സംരംഭകർ തമ്മിലുള്ളൊരു മിങ്കിളിങ്ങിനും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക സംഗമമായ അസൻ കേരള 2020 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപക വാഗ്ദാനമാണ് നടന്നത്. സമ്മേളനത്തിൽ വെച്ച് മാത്രം
97,708 കോടി രൂപയുടെ വാഗ്ദാനം ലഭിച്ചു. അതിൽ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജന്റെയും പോർട്ട്, ആർക്കിയോളജി, മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ വെച്ച് 32,008 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഒപ്പുവയ്ക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നീണ്ട സാന്നിധ്യം തന്നെ ഈ വേളയുടെ അന്തർദേശീയ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെയായിരുന്നു സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തത്. കാലത്തെ അഭിസംബോധന ചെയ്യുന്ന പുതിയ വികസന കുതിപ്പുകളിലേക്കും അപ്രമാദിത്വം പേറുന്ന പുതിയ ജൈത്ര യാത്രകളിലേക്കും നമ്മുടെ വ്യാവസായിക ലോകത്തിന് ഇനിയും കൂടുതൽ സഞ്ചരിക്കാനാകട്ടെ. ഈ ആഗോള നിക്ഷേപക സംഗമത്തിൻ്റെ ഇനിയും പുതിയ പതിപ്പുകൾ ഉണ്ടാകട്ടെ. അത് കേരളത്തിൻ്റെ വ്യാവസായിക മുഖത്തിന് പുത്തൻ പുതിയ മാനങ്ങൾ സമ്മാനിക്കട്ടെ.